അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമീറ മോളെ, ഇപ്പം തന്നെ അടുപ്പത്ത് എത്തിയോ മോളെ? സമീറ. ഉമ്മയുടെ വിളി കേട്ടുകൊണ്ടാണ് ഷമ്മാസ് കയറി ചെന്നത്. തുടങ്ങി വിളി. എന്തിനാ ഉമ്മ ഇത്രയധികം? ഉമ്മ. ഷമ്മാസ്. എന്താടാ ഉമ്മ? ആരെ വിളിക്കണത്? ഞാൻ സമീറാനെ. ഉമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ വേണ്ട. ഷമ്മാസ് ഒന്നും ഇപ്പം എന്നോട് തൽക്കാലം പറയണ്ട. എൻ്റെ പെണ്ണ് പത്തും തന്നെ നിൽക്കാന്നുള്ള വെച്ച് മറക്കണ്ട, മനസ്സിലായല്ലോ? ഉമ്മ, നമ്മുടെ അവസ്ഥ എന്തവസ്ഥ? ഒരു നിലക്കുജൊന്നും പറയണ്ട എന്നോട് ഈ ഒരു കാര്യത്തിൽ. ഒരു പെണ്ണാണ്, അതെനിക്ക് അറിയില്ല. ഓളെ കാര്യങ്ങൾ നോക്കാനും ഓളെ പ്രസവവും കൂടി എല്ലാം കഴിച്ച ഒരു പെണ്ണ് ഇവിടെ വേണ്ടിരും. പുറമക്കാരെക്കാളും നല്ല കുറച്ച് പരിചയമുള്ളവരെന്നല്ലേ. അത് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഓളെ ഇവിടെ നിർത്തിയത്. അതിനിപ്പോൾ എന്തേ ഉമ്മ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇല്ല, മനസ്സിലാവൂല. ഇതൊന്നും പൊയ്ക്കാ ചോടുന്നേ. മുസീർ, എന്താ ഇവിടെ നിന്നുള്ള വിളിക്കുന്നത്? എന്താടേ? റൂമിൽ ചെന്നിട്ട് ഷമ്മാസ് ചോദിക്കുന്നു. എന്താ വിളിച്ചത്? ഇവിടെ എത്തിയത് നീ അറിഞ്ഞിട്ടില്ലേ? ഇക്ക, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? എനിക്കൊരു കാര്യം പറയാണ്ട്. വേണ്ട, നീ മറ്റുള്ളവരുടെ നിർത്തുന്നതിനെ കുറിച്ചുള്ള കാര്യമാണെങ്കിൽ എന്നോട് പറയേ വേണ്ട. എൻ്റെ പൊന്നാരൻ നുസൈബ, ഒരിക്കൽ നീ അറിഞ്ഞതല്ലേ, ഒരിക്കൽ നീ അതിനെക്കുറിച്ച് അറിഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്തിനാ പിന്നെയും ഇതിനു വേണ്ടി നിൽക്കുന്നത്? നിനക്കുകൾ എതിർത്തൂടെ? ആദ്യത്തെ പ്രാവശ്യം നിന്റെ വാക്ക് കേട്ടിട്ടുണ്ട് ഞാൻ ആ റാഹിൽ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഇവിടെ നിർത്തിയത്. ഷെറീന, റാഹിൽ എന്നൊക്കെ പറഞ്ഞ രണ്ട് പിശാചുക്കൾ എല്ലാം കൊണ്ടുപോയില്ലേ? ഇക്ക, മെല്ലെ പറയും. ഉമ്മ കേൾക്കൂ. ഉമ്മ കേട്ടോട്ടെ. ഇനി എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. പറയാണ് തുറന്ന് ഞാൻ. എനിക്ക് റൂമും വേണ്ട, പീഡ റൂമും വേണ്ട, കടയും വേണ്ട, ഒന്നും വേണ്ട, വണ്ടിയും വേണ്ട. ഞാൻ പോവാണ്. നിങ്ങൾ എങ്ങനെ കഴിഞ്ഞോളൂ ഇവിടെ. ഷമ്മാസ് ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ ആവുകയാണ്. ഇക്ക, എന്ത് നിങ്ങൾക്ക് പറ്റിയത്? ഞാൻ നിങ്ങളെ വിളിച്ചത് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഒന്ന് പെട്ടെന്ന് വരാൻ വേണ്ടിയിരുന്നു. വിളിച്ചു കൊണ്ട് പോകുമ്പോൾ മോശമല്ലെന്ന് കരുതിയിട്ട്. അപ്പോഴേക്കും നിങ്ങൾ നസീബ, നീ ഒരു ഗർഭിണിയായിപ്പോയി. അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ. ഇക്ക, എനിക്കറിയാം നിങ്ങളെ ദേഷ്യവും നിങ്ങളുടെ സങ്കടമൊക്കെ ഒരുമിച്ച് വരികയാണ്. അത് ഒരു പെണ്ണിനെ കൂടി ഇവിടെ നിർത്തിയിട്ടില്ലേ? അതെ നസീബ, എനിക്കെൻ്റെ ക്ഷമ നഷ്ടപ്പെടുകയാണ്. ഇനി നമ്മുടെ പുത്തൻ വീട് തറവാടെന്നുള്ള പേര് തന്നെ ഇല്ലാതാകും. കാരണം ഇവിടെയുള്ളതെല്ലാം എല്ലാവരും അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഇക്ക, ഇല്ല, ഒന്നും ഉണ്ടാവില്ല, വരി. സ്നേഹത്തോടെ നുസൈബ അവളുടെ ഭർത്താവിനെ ആ ബെഡിലിരുത്തി. ഇക്ക, ഇത് ചായ കുടിക്ക്. എനിക്ക് നിൻ്റെ ചായ ഒന്നും വേണ്ട. അവൾ ഉണ്ടാക്കിയതല്ല ചായ, എനിക്ക് വേണ്ട ഒരിക്കലും. അല്ലിക്ക, ഞാൻ വേണ്ട. അവളുണ്ടാക്കിയതായിരിക്കും, എനിക്ക് വേണ്ട. ആരുണ്ടാക്കിയത് എനിക്ക് വേണ്ടേ? എൻ്റെ റബ്ബേ, മടുത്തിക്കണ്. എന്തൊക്കെയായിരുന്നു അന്ന് തന്നെ, എന്തൊക്കെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടു. എനിക്ക് പുറത്തുള്ള ഒരു പെണ്ണുണ്ടാക്കിയ ഒരു വെള്ളം എനിക്ക് വേണ്ട. ഷമ്മാസ് ദേഷ്യത്തോടെയാണ് പറയുന്നത്. ഇക്ക, ഞാൻ പറയാം, നീ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേ. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തണുപ്പിക്കുവാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം അവൾ നൽകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവനത് കുടിച്ചു. നസീബ, നിന്നോടോ ഉമ്മയോടോ ഒന്നും ദേഷ്യമുണ്ടായിട്ടല്ലടി. എൻ്റെ ഹൃദയപ്പോൾ ആകെ തകിടം പറഞ്ഞിരിക്കുകയാണ്. ഉമ്മയുടെ കോടിക്കണക്കിന് രൂപയുടെ ആ സ്വത്ത് നഷ്ടപ്പെട്ടില്ല. പിന്നെ കാരണക്കാരൻ ഞാനാണല്ലോ. ഉമ്മ അങ്ങനെ അതറിയുമ്പോൾ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത ആ ഒരു ക്യാഷ്, ആ ഒരു പണം, അത് ആ സ്വർണം. നസീബ, അതിൻ്റെ മനസ്സിൽ വല്ലാതെ വേദനിക്കറടി. അതുകൊണ്ടാണ്. ഇക്ക, നിങ്ങൾ വിഷമിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. നസീബ, എന്ത് നീ പറയുന്നത്? മുസ്ലിങ്ങളെ കൊണ്ടൊന്ന് പറഞ്ഞ ഓർമ്മല്ലേ? ആ, മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്കൊരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. എങ്ങനെ? ഇക്ക പറയല്ലേ, അഹ്ലുബൈത്താണ്. ഒന്നും കുറ്റം പറയാൻ പാടില്ല. കുറ്റം പറയല്ലേ നസീബ. ഞാൻ എന്താ ചെയ്യുകയെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും, ഉസ്താദുമാരെയും തങ്ങന്മാരെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ ഇക്ക. നസീ, കഴിഞ്ഞു. ഇന്നു മുതൽ എനിക്ക് ഷോപ്പില്ല, എനിക്കിന്നു മുതൽ കാറില്ല. ഞാനൊരു പാവപ്പെട്ട ഒരു മനുഷ്യനായി മാറുകയാണ്. അതെ, എത്ര പെട്ടെന്നാണ് എനിക്ക് നൽകിയ സ്വത്തും സമ്പത്തും പടച്ചെറുമ്പ് തിരിച്ചെടുത്തത് നിനക്കറിയോ? എല്ലാം വിൽക്കാണ്. അതൊക്കെ വിറ്റിട്ട് ഞാൻ. ഇക്ക, നിങ്ങൾ വിഷമിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. നസീബ, നിൻ്റെ വാക്കാണ് എനിക്ക് അല്പമെങ്കിലും ആശ്വാസം. പാവൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും. ഇക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനും കരുണാനിധിയുമാണെന്ന്
ഞാൻ വീണ്ടും എനിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. നുസൈബ, നീ എന്താ പറയുന്നത്? അവൾ പെട്ടെന്ന് തന്നെ അത് ആ കട്ടിലിനടിയിൽ നിന്ന് ആ ഒരു കവറ് വലിച്ചെടുക്കുന്നു. ഇക്ക. നുസൈബ, എന്താ? ബാഗും കവറൊക്കെ എടുത്ത് നീ എങ്ങോട്ടാ? ഇക്ക, ഇതാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എന്താ പിന്നെ ഇത്? ഞാൻ എന്താ പോകാൻ വേണ്ടി നീ എനിക്ക് ഡ്രസ്സൊക്കെ ഒരുക്കിയോ? ഇക്ക, ഇതാ ഇത് പിടിച്ചോളി. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നുസൈബ ഷമ്മാസിൻ്റെ കൈകൾ അത് നീട്ടി. ഷമ്മാസ്, ഇതെന്താ വേണേ? ആകാംക്ഷയോടെ ആ ഒരു കവറ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. എന്താ ഇത്? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇക്ക, തുറന്നു നോക്കി. ഇപ്പോൾ തന്നെ തുറന്നു നോക്കി. യാ അല്ലാ, നുസി, ഇതെന്താ വേണ്ടേ? സത്യം പറഞ്ഞ ഷമ്മാസിന് നിയന്ത്രണം വിട്ടു. അപ്പോൾ തന്നെ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് അങ്ങോട്ട് വീണു. യാ അല്ലാ, അവൻ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. റഹ്മാനെ, അല്ലാ, ഞാൻ ഈ കാണുന്നത് സത്യമാണോ? റബ്ബേ, അല്ലാ, പഠിച്ചോനെ. അവൻ നുസൈബയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇക്ക, കരയല്ലേ? കരയാനായിട്ടില്ല. നുസി, ഇതെവിടുന്ന് കിട്ടി? ഇതെങ്ങനെ കിട്ടി നുസി? ഇതെങ്ങനെ ഇവിടെ എത്തിയത്? ഇക്ക, നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന സമീറ, അവൾ ഇതുമായിട്ടാണ് വന്നത്. അതെ, അവളുടെ നാത്തൂനായിരുന്നു റാഹില. എങ്ങനെയെന്നറിയില്ല, അവൾ കാര്യങ്ങളെല്ലാം കുറച്ച് പറഞ്ഞു. എൻ്റെ കൈകളിൽ ഇത് ഏൽപ്പിച്ചിട്ടതാണ് പോയത്. നുസി, സത്യമാണോ പെണ്ണെ? അള്ളാഹുവേ, പഠിച്ചോനെ, എൻ്റെ ഷോപ്പുകൾ, എൻ്റെ കാറ് എല്ലാം ഞാൻ വിൽക്കാൻ വേണ്ടി ഇന്നിതാ കീ നൽകുകയാണ്. ഒരിക്കൽ പോലും ഞാൻ ആ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. കണ്ണീരോടെയാണ് ഞാനിന്നിറങ്ങിയത് അവിടുന്ന്. സത്യമായിട്ടും കണ്ണീരോടെയാണ് ഞാൻ എൻ്റെ കാറ് കൊടുത്തിട്ട് പോകുന്നത്. നുസൈബ, എന്താ ഇത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ എത്ര ഇഷ്ടമുണ്ടോ അല്ലാ. പെട്ടെന്നാണ് ഷമ്മാസിന് ബോധോദയം ഉണ്ടായത്. എവിടെ ആ പെണ്ണെവിടെ? എന്നിട്ട് അവൾ പോയിക്ക. നുസി. ഷമ്മാസ് പൊട്ടിക്കരഞ്ഞു. നുസി, പൊന്നുമോളെ, എന്താ ഞാനീ കേട്ടത്? അവൾ പോയോ? ഇക്കയല്ലേ പറഞ്ഞത് ഇവിടെ ആരെയും നിർത്തണ്ടെന്ന്? ആ ഒരു വാക്ക് കേട്ട് അവൾ പോയിക്ക. ഉമ്മയോട് പോയി പറയാതെ അവൾ പോയി. പെട്ടെന്ന് ഷമ്മാസ് കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അരികിലേക്ക് ഓടുന്നു. വേണ്ട, പോകരുത്. ഇക്ക ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ സ്വർണം അവളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചതും അവളുടെ വീട്ടിലേക്ക് നാത്തൂനും കൊണ്ടുപോയതും കിട്ടിയതും ഒന്നും ഉമ്മ അറിഞ്ഞിട്ടില്ല. ഇക്ക സാധാരണ രീതിയിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ സംശയിക്കും. നമുക്ക് ഇതെങ്ങനെയെങ്കിലും ഉമ്മയുടെ പെട്ടിയിൽ അടുക്കി വെക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റെ ഇക്ക കൂടുതൽ വയലൻ്റ് ആകാൻ പാടില്ല. നുസി, ഞാൻ എന്താടി കാണുന്നത്? അല്ലാ, നീ എന്നെ എത്ര പരീക്ഷിച്ചു, പക്ഷേ നിൻ്റെ കാരുണ്യം കൊണ്ട് റഹ്മാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ലല്ലാ. പെട്ടെന്ന് തന്നെ മുഹ്സിൻ തങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറയണം. ആ നിമിഷം തന്നെ ഷമ്മാസ് വിളിക്കാൻ വേണ്ടി നിൽക്കുന്നു. നുസൈബ അപ്പോൾ പറഞ്ഞു, ഇക്ക, ഇപ്പം വേണ്ട, അത് ഉമ്മ അറിയും. ഉമ്മ അറിയാതെ ചെയ്യണം എല്ലാ കാര്യങ്ങളും. ഉമ്മയെ വിഷമിപ്പിക്കും പാടില്ല. പെട്ടെന്ന് അതാ ഉമ്മ വിളിക്കുന്നു. സമീറ, മോളെ സമീറ, ഈ കുട്ടി ഇത് എവിടെ റബ്ബേ? മുറ്റടിക്കാൻ പോയോ? ഉമ്മ വിളിക്കുന്നുണ്ട്. അവൾ പോയത് ഉമ്മ അറിഞ്ഞിട്ടില്ല. നുസി, എന്തിനാ പാവം പെണ്ണിനെ പറഞ്ഞേച്ചത്? ഇക്ക, നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് തന്നെ. തലേന്ന് രാത്രി തുടങ്ങിയതല്ലേ. ഇന്ന് രാവിലെയും അവൾ ഇന്ന് സുബഹിക്കാണ് എനിക്ക് തന്നത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവൾ എൻ്റെ വാതിൽ മുട്ടി. ഇക്ക പള്ളിയിൽ പോയിട്ടുണ്ട്, അപ്പോഴാണ് എനിക്കത് തന്നത്. ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കളിച്ചപ്പോൾ കിട്ടിയതാണ്. റഷീദക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നതും. പക്ഷേ എന്നാർക്കും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവാ കേട്ടോ. ഇതാ, അങ്ങനെ അവൾ എന്നെ കരഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിട്ടാണ് പോയതിക്ക. സത്യമായിട്ടും നിങ്ങൾ പറയുന്നതെല്ലാം അവൾ കേട്ടിട്ട് അവൾ സങ്കടത്തോടെ ഇറങ്ങിയതാണിക്ക. ഷമ്മാസ് മുട്ടുകുത്തി നിന്ന് പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അല്ലാ റബ്ബേ, അള്ളാഹുവേ,
ആരുടെ കൈകൾ കൊണ്ടാണ് ഇതിവിടെ എത്തിയത്? റഹ്മാനെ, അവരെ നീ സംരക്ഷിക്ക്. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മ, നിങ്ങളാരെ വിളിക്കുന്നത്? സമീർ അവിടെ ഉണ്ടാ നോക്കും മോനെ, ഒന്ന് അടുക്കളയിൽ കാണുന്നില്ലല്ലേ, വിളിച്ചിട്ട് കേൾക്കണമില്ല. എനിക്ക് ചായൻ്റെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിക്കാണ്ട് പോയതാണ്. ഞാനാണെങ്കിൽ നിസ്കരിക്കഴിഞ്ഞു ഇവിടെ. പിന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഓളൊന്ന് വിളിച്ചാൽ നോക്കിയപ്പോൾ ഓളെ കേൾക്കണില്ല. മിറ്റടിച്ച് വരാനായിട്ട് പോയോ? ഇത്ര നേരത്തൊന്നും മിറ്റടിച്ച് വരാൻ പോകേണ്ട ആവശ്യമില്ല. ഒന്നാണ് മഴയൊക്കെ ചോർന്ന് വെയിലടിച്ചിട്ട് ചെയ്താൽ പോരാ. ആരാപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഇപ്പോൾ ഇടങ്ങാറാണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഷമ്മാസ് അടുക്കളയിലെത്തി. ഇല്ല, കാണുന്നില്ല. ഉമ്മ, ഇവിടെ കാണുന്നില്ല. പൊന്നു മോനെ, മുറ്റത്തൊന്ന് നോക്കാം. രുസിയേ, മന കുട്ടിയാണ്ട് ഇറങ്ങണ്ട കേട്ടോ, അവിടെയൊക്കെ വഴുക്കലുണ്ട്, അങ്ങോട്ട് ഇറങ്ങണ്ട. പെട്ടെന്ന് തന്നെ ഷമ്മാസ് വാതിൽ തുറന്ന് അതാ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. മുറ്റത്തെല്ലാം നോക്കി. ഇവിടെ ഒന്നും കാണുന്നില്ല ഉമ്മ. ഉമ്മ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഷമ്മാസെ, മോനെ ഒന്ന് പോയി നോക്കടാ. ആ കുട്ടി ഒറ്റയ്ക്ക് എവിടേക്ക് പോയി ആവോ? ഉമ്മ, ഞാൻ പെട്ടെന്ന് നുസൈബയും അങ്ങോട്ടെത്തി. അവളെവിടെ? ഇക്ക, നിങ്ങളെ വാക്ക് കേട്ടിട്ടുള്ളൂ പോയതാണ്. എന്നോട് പോവാന്ന് പോയിക്കണെങ്കിൽ ഉമ്മയോട് പറയണ്ട കേട്ടോ അതൊന്നും. ഷമ്മാസ് പെട്ടെന്ന് തന്നെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. അതെ, അവളെ തേടി. അവൾ, റബ്ബേ, അവളോട് മാപ്പ് പറയണം. ഞാൻ എൻ്റെ മനസ്സത്തെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. ഒരാളെ വിശ്വസിക്കരുത് എന്ന് കരുതിയിട്ട് മാത്രമാണല്ലോ ഞാനത് പറഞ്ഞത്. പുത്തൻ വീട് തറവാട്ടിന് ഒരു നഷ്ടം എന്ന വണ്ണം. അപ്പോൾ തന്നെ അതാ ഷമ്മാസ് ബുള്ളറ്റുമായി അവിടെ ആകെ തിരയുന്നു. എന്നാൽ അവൾക്ക് പോകാൻ ഒരിടമുണ്ടായിരുന്നില്ല. അവൾക്ക് എങ്ങോട്ട് പോകണം, പോയാൽ തന്നെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു മനസ്സിൽ ആ ഒരു സങ്കടമുണ്ടായത് കൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അതവൾ വിചാരിച്ചത്, അതെ, തന്നെ ഹെൽപ്പ് ചെയ്ത, തന്നെ സഹായിച്ച ഉസ്താദ്, ആ ഉസ്താദിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, കാര്യങ്ങളൊന്ന് പറഞ്ഞാലോ. പിന്നീട് അവൾ വിചാരിച്ചു, വേണ്ട, എന്തിനാ റബ്ബേ അവരുടെ ജീവിതത്തിൽ ഞാൻ വെറുതെ ഒരിടങ്കോലാകുന്നത്. റഹ്മാനെ, തൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുത്. പുത്തൻ വീട് തറവാട് എന്ന് വെച്ചാൽ അത് നല്ല തറവാടാണ്. റഹ്മാനെ, അള്ളാഹുവെ, സ്നേഹമുള്ളവരാണ്. പാവം ആ ഉമ്മയോടൊരു വാക്ക് പറയാതെ പോകുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ ആ വീട്ടുകാർക്ക്, അതെ, എന്ത് ചെയ്യാൻ, എൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി, സാരമില്ല. അവർക്ക് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അവർ പറയുന്നത്. എന്തൊക്കെ തന്നെയാലും അല്ലാഹ് സത്യമെല്ലാം തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. അവൾ ഒന്നും ആലോചിച്ചില്ല. അവൾ നടക്കുകയാണ്. ഷമ്മാസ് ബുള്ളറ്റുമായി അവിടെയാകെ കറങ്ങി തിരിയുകയാണ്. പടച്ചോനെ, എവിടെയും കാണുന്നില്ല. അവൻ തിരിച്ച് വീട്ടിലേക്കെത്തി. ഉമ്മ, മോനെ, എന്തായടാ? ഉമ്മ, അവിടെ ഒന്നും കാണാനില്ല. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു ആ ഒരു കാര്യത്തിൽ. മോനെ, എടാ, ഈ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും ആ കുട്ടി പോയത്. ഉമ്മ, ഞാൻ എന്ത് ചെയ്യുക, അറിയാത്തോലെ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവുന്നല്ലേ ഞാൻ പറഞ്ഞത്. ഉമ്മ, എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. എൻ്റെ വാക്ക് കേട്ട് ആ പെൺകുട്ടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ തിരിഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്നുള്ള കാര്യം ഉറപ്പാണ്, സത്യമായിട്ടും. മോനെ, ഉമ്മാൻ്റെ കുട്ടി അങ്ങനൊന്നും പറയരുത് കേട്ടോ. ഓല് വരിക നിൽക്കുക എന്തെങ്കിലും ചെയ്തോട്ടാ. ഇനിയിപ്പോൾ എന്താ, നല്ല മോളായിരുന്നു. എല്ലാം കൊണ്ട് ഒരു ദിവസം അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ചു ചെയ്തു, റബ്ബേ, ഇങ്ങനത്തെ ഒരു കുട്ടിനെ കണ്ട് കിട്ടിയത് നന്നായിരുന്നു. പക്ഷേ ഒരു ദിവസം അതിന് ആയുസ് ഉണ്ടായത്. അപ്പോഴത്തേന് ഞാൻ പോയില്ലേ. എൻ്റെ പൊന്നാര മോനെ, നമ്മളെ കാര്യത്തിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇനിയിപ്പോൾ ഇതാ ഓളെ വ്യാഴാഴ്ച കൊണ്ടുപോകലാണ്. ഇനിയിപ്പോൾ ദിവസമില്ലല്ലോ, പിന്നെ കുടിരിക്കൽ ഒക്കെ ഉണ്ട്. ഉമ്മ വിഷമിക്കണ്ട. അതിന് എന്ത് എങ്ങനെയൊക്കെ തന്നെ റിസ്ക് എടുക്കുകയാണെങ്കിലും ഞാൻ അവളെ ഇവിടെ എത്തിച്ചു തരും, ഉറപ്പാണ് ഉമ്മാക്ക്. മോനെ, ആയിക്കോട്ടെ, എൻ്റെ ഭാഗത്തുനിന്ന് ഉമ്മ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞ ഷമ്മാസിന് ആകെപ്പാടെ ഒരു വിഷമാവുകയാണ്. അപ്പോൾ തന്നെ ഷമ്മാസ് മുഹ്സിൻ തങ്ങളെ വിളിക്കുകയാണ്. ഹലോ തങ്ങളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ഷമ്മാസ്, പിന്നെ വിളിയും തെളിയൊന്നും കണ്ടില്ലല്ലോ, എന്തായുടെ കാര്യങ്ങൾ? ഞാൻ നിന്നോട് പറഞ്ഞിട്ട്. തങ്ങളെ, ഞാനങ്ങോട്ട് വരാം. എന്താ, എന്തു പറ്റി? ഷമ്മാസ്, സാറല്ല, നീ ടെൻഷനല്ലേ, നീ വാ. അപ്പോൾ തന്നെ തങ്ങളുടെ അരികിലേക്ക് അവൻ പോവുകയാണ്. റബ്ബേ, അല്ലാഹ്, പഠിച്ചോനെ, റഹ്മാനെ, അല്ലാഹ്, നിന്നോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അല്ലാഹ്,
ഞാൻ എത്ര വർഷങ്ങളോളം ഇബാദത്തുകൾ ചെയ്താലും നിനക്ക് വേണ്ടി ദിക്റ് ചൊല്ലിയാലും നീ തരുന്ന നന്മക്ക് ഒരു അണിമണിത്തോക്കും പോലും പകരം നൽകാൻ അല്ലാ അതാവില്ല പഠിച്ചോനെ. ഷമ്മാസ് കരഞ്ഞുകൊണ്ടാണ് ബൈക്ക് ഓടിച്ചത്. ഷമ്മാസ് അത് തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് പോകുന്നു. ബൈക്ക് നിർത്തിയിട്ട് നല്ല തിരക്കുണ്ട്. അവൻ അത്യാവശ്യമായിട്ട് തങ്ങൾക്ക് ഒന്ന് വിളിച്ചു. ഷമ്മാസ് കയറി വാ. അപ്പോൾ തന്നെ കയറി വന്നു. ഷമ്മാസ് എന്താ നീ പറഞ്ഞത്? തങ്ങളെ കെട്ടിപ്പിടിച്ചാണ് കരയുകയായിരുന്നു അവന്. ഷമ്മാസ് എന്ത് പറ്റി? തങ്ങളെ കളഞ്ഞു പോയ സ്വർണമെല്ലാം കിട്ടി. ഞാൻ പറഞ്ഞതല്ലേ ഷമ്മാസ്, റാഹത്തായില്ലേ? പക്ഷേ എന്ത് പക്ഷേ? കിട്ടി, പക്ഷേ ഒരു പെണ്ണാണത് കൊണ്ടുവന്നത്. ആ പെണ്ണിനെ കാണാനില്ല ഇപ്പോൾ. ഷമ്മാസ് അത് നോക്കട്ടെ. എന്തായിരുന്നു ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞത്? സമീറ. ഓക്കെ, കുട്ടി വിഷമിച്ചാണല്ലോ ഇറങ്ങിപ്പോയത് ഷമ്മാസ്. അല്ല ഷമ്മാസ്, നിങ്ങൾക്ക് ആ കുട്ടി കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. വന്നോളൂ ഇൻഷാ അല്ലാ, നീ കാത്തിരിക്കട്ടോ. ഓക്കെ തങ്ങളെ, അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ കൂടിയവർക്കുള്ള ഭക്ഷണം അത് എൻ്റെ വകയാക്കട്ടെ. ഞാൻ ഷമ്മാസ് ഇന്നേതായാലും ഒക്കെ കുക്കിങ് കഴിഞ്ഞു. ഇൻഷാ അല്ലാ നിനക്ക് അങ്ങനെയാണെങ്കിൽ നാളെ കൊടുക്കാം. ഓക്കെ, നാളെ ഇവിടെ ഒരുപാട് ആളുകൾ അശരണരും പാവപ്പെട്ടവരൊക്കെ വരും. അവർക്കുള്ള ഫുഡ് അതൊന്നും നിൻ്റെ വകയായിക്കോട്ടെ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ നിൻ്റെ ദാനധർമ്മങ്ങൾ. തങ്ങളെ എനിക്ക് ഷമ്മാസ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, അല്ല എന്തായി കാറും ഒക്കെ എന്തായി കൊടുക്കാന്നൊക്കെ ഞാൻ കൊടുക്കേണ്ട പറഞ്ഞില്ല, കൊടുത്തില്ലല്ലോ. അത് മനസ്സിലായി. വേഗം എല്ലാം തിരിച്ചെടുക്കാൻ പോകും. ഇപ്പം തന്നെ പോയിക്കോ. മുസ്ലിം തങ്ങളുടെ ആ ഒരു വാക്ക് കേട്ട് സന്തോഷക്കണ്ണീരോടെ അതാ ഷമ്മാസ് അവിടെ നിന്നിറങ്ങി. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. റബ്ബേ അല്ലാ പഠിച്ചവനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലാ ഇത്. പക്ഷേ അവൾ സമീറ, അവളെ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ സമയം അതാ സമീറ ഷെരീഫ് ഉസ്താദിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ ഉസ്താദേ, ഇത് സമീറയാണ്. നിങ്ങൾ എന്നെ കൊണ്ടാക്കി തന്നില്ലേ ഒരു ദിവസം രാവിലെ? അത് സമീറ പറയൂ. എന്താ മോള്, എന്തു പറ്റി? അത് ഞാൻ അവിടെ നിന്ന് പോരെ. എന്ത് സംഭവിച്ചത്? ഒന്നുമല്ല, അത് എന്നെക്കൊണ്ട് അവർ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നി. സമീറ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലാണ്ട് കയറി ചെന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കറിയുന്നതാണല്ലോ പുത്തൻ വീട് തറവാട്. നിങ്ങൾ ശരിക്കും മനസ്സിലായി. എങ്ങനെയാണ് ഉമ്മയോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പോകുന്നത്? അല്ല, ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ തിരിച്ചു പോകണം. എന്ത് കേട്ടിട്ടാണ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ഉസ്താദേ, എനിക്ക് പേടിയാണ്. എന്തിന്? അവിടെയുള്ളവർക്കൊന്നും ഇന്ന് ഇഷ്ടമല്ല. ആര് പറഞ്ഞോ? നിങ്ങളോട് ആരെങ്കിലും നേരിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ കേട്ടതൊന്നും കുഴപ്പമില്ല. നേരിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ. അവിടെ ഒരു ഉമ്മയുണ്ട്, ഐഷുമ്മ എന്ന് പറഞ്ഞ പാവം. ആ ഉമ്മയോടൊരു വാക്ക് പറയാതെയാണോ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്? അതെ, എൻ്റെ കൂട്ടുകാരനാണ് ഷമ്മാസ്. അവനെ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ. ഉസ്താദേ വേണ്ട ഉസ്താദേ. എന്നാൽ അപ്പോഴേക്കും അതാ ഫോൺ കട്ട് ചെയ്തിരുന്നു ഉസ്താദ്. തൽക്ഷണം തന്നെ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹലോ ഷമ്മാസ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇതാര്? ഷെരീഫ് ഉസ്താദോ? എന്തൊക്കെ ഉസ്താദ് വിശേഷങ്ങൾ? സുഖല്ലേ, റാഹത്തല്ലേ? അതെ, ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ടൊരു അത്യാവശ്യൊരു കാര്യം. എന്ത് കാര്യം? അതെ, പിന്നെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഞങ്ങൾ മിഞ്ഞാന്ന് ഒരു കുട്ടി അങ്ങോട്ട് കൊണ്ടുവന്നു. അതൊരു പെണ്ണ്, ഏകദേശം ഒരു 25-26 വയസ്സൊക്കെ തോന്നിക്കും. അങ്ങനെ ഒരു പെണ്ണിനെ, കുറച്ച് തടിയുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെണ്ണ് വളരെയധികം വീട്ടിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിച്ചിട്ട് വീട്ടിൽ നിന്ന് ആ പെണ്ണിനെ ഇറക്കി വിട്ടതാണെന്ന് പറഞ്ഞു. ഒരിക്കലും എൻ്റെ ഭർത്താവ് തൻ്റെ മുഖം കാണരുത്, ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ്. ആ കുട്ടി പുത്തൻ വീട് തറവാട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വാഹനം ഇറക്കി കൊടുത്തു. പെട്ടെന്ന് ഷമ്മാസ് ഞെട്ടിപ്പോയി. അതെ, അത് തന്നെ, സമീറ എന്നാണ് പേരെന്ന് പറഞ്ഞു. ആ കുട്ടി പോന്നിട്ടുണ്ട്, അവിടെ നിന്നിട്ടില്ല, ഞാൻ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കൽ പോലും പുത്തൻ വീട് തറവാട്ടിലേക്ക് വന്നവരാരും വെറുതെ വിട്ടിട്ടില്ലല്ലോ, അങ്ങനെ വിടൂലല്ലോ ഐഷുമ്മ എന്ന് ഞാനും പറഞ്ഞു. ഒന്ന് അന്വേഷിക്കുമോ ഷമ്മാസ്? അവിടെ വന്ന കാര്യമൊന്ന്
ഉമ്മയോട്. സത്യം പറഞ്ഞ ഷമ്മാസ് ഞെട്ടിപ്പോയി. റബ്ബേ അല്ലാ, നീ വീണ്ടും എന്നെ നെട്ടിച്ചിരിക്കുന്നു. പഠിച്ചോനെ, അവളെ കണ്ടുപിടിച്ച് ഉമ്മ വന്നാൽ മതി എന്നോട് പറഞ്ഞതായിരുന്നു. പഠിച്ചോനെ. ഉസ്താദേ, ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഷമ്മാസ്, ഞാൻ ഇപ്പോൾ വിളിക്കട്ടോ. അപ്പോൾ തന്നെ അതാ സമീറയുടെ ഫോണിലേക്ക് ഉസ്താദ് വിളിക്കുന്നു. ഹലോ സമീറ. ആ പിന്നെ അതായത് നീ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഇപ്പോൾ അവിടെ നിന്നൊരു ബസ് കയറി ഞാനിങ്ങോട്ട് പോകുന്നു. ഞാനിപ്പോൾ ഒരു അങ്ങാടിയിലാണ്. അവിടെ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇരിക്കുകയാണ്. എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നീ അവിടെ ഇരിക്കുന്നത്? അതെ, പെണ്ണാണ് ജാതി. തടിയുണ്ടെന്നോ തടിയില്ലെന്നോ ഗ്ലാമറില്ലെന്നോ ആരും നോക്കൂല കേട്ടോ. പിടിച്ചു കൊണ്ട് പോകലായിരിക്കും. പിന്നെ എന്തൊക്കെ തന്നെയാലും ഞാൻ ഒരാളങ്ങോട്ട് പറഞ്ഞു വിടാം. ആരെ? ഇങ്ങോട്ടാരും പറഞ്ഞു വേണ്ട, എനിക്ക് പേടിയാണ്. ഞാൻ ബസ്സിന് പോയിക്കോളാം. ആ, അത് കുഴപ്പമില്ല. അപ്പോൾ തന്നെ അതാ ഉസ്താദ് ഷമ്മാസിനെ വിളിക്കുന്നു. അതെ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ഒരു ബസ് സ്റ്റോപ്പിലുണ്ടത്രേ അവള്. ഒരു നിമിഷം ഷമ്മാസ് എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ തന്നെ അതാ ഇറങ്ങിത്തിരിക്കുന്നു. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിക്കൊണ്ട് അവൻ ശക്തമായി സ്പീഡോടുകൂടി. അതെ, ദൂരെ നിന്ന് അവൻ ആ കാഴ്ച കണ്ടു. ബൈക്ക് അവൻ നിർത്തി. ഒരു നിമിഷം അവരെ കണ്ടു. അതെ, സമീറ. പാവം ഭർത്താവിൻ്റെ പീഡനം, വീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതെ എൻ്റെ വീട്ടിലേക്ക് അഭയം പ്രാപിച്ചു വന്നപ്പോൾ ഞാൻ അവളെ ആട്ടിയോടിച്ചു. അതെ സമീറ, എൻ്റെ ഉമ്മയുടെ നഷ്ടപ്പെട്ട സ്വർണങ്ങളെല്ലാം എടുത്തുകൊണ്ട് എൻ്റെ ഭാര്യയുടെ കൈകളെ തിരികെ ഏൽപ്പിച്ച സമീറ. പരിശുദ്ധിയാണവൾ. സത്യം പറഞ്ഞാൽ പൊട്ടിക്കരയണമെന്ന് തോന്നി. പക്ഷേ എന്നെ കണ്ടാൽ ഒരു പക്ഷേ അവൾ ഭയക്കും. അറിയാത്ത രീതിയിൽ ഷമ്മാസ് അങ്ങോട്ട് ചെന്നു. സമീറ. ആ ഒരു വാക്ക് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവൾ പെട്ടെന്ന് ഭയന്നെണീറ്റു. അതെ, പുത്തൻവീട് തറവാട്ടിലെ മകൻ. അത് ഞാൻ. സമീറ, ഭയപ്പെടേണ്ട. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും ഞാനല്ല അതൊന്നും ചെയ്തത്. അതെൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് മഞ്ഞൾ കളച്ചപ്പോൾ എനിക്ക്. സമീറ, ഒന്നും പറയണ്ട. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വന്നതാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒന്നും അറിഞ്ഞില്ല. എൻ്റെ ഉമ്മയുടെ ഭാഗത്ത്, ഞങ്ങളുടെ ഭാഗത്ത്, ഉമ്മയുടെ അല്ല ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിപ്പോയപ്പോൾ അത് വല്ലാതെ എനിക്ക് വീണ്ടും എൻ്റെ ജീവിതത്തിൽ അത് വരുമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളെ കാര്യം. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സമീറ ഇപ്പോൾ എങ്ങോട്ടാണ്? അറിയില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി നോക്കട്ടെ. സമീറ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കോ? എന്താണ്? അത് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമോ? എൻ്റെ ഉമ്മ എന്നെ പറഞ്ഞയച്ചതാണ്. ഞാൻ കണ്ണീരോടാണ് നിങ്ങളെ കാല് പിടിക്കാം. അത്രക്കും എനിക്ക് നിങ്ങളുടെ ബഹുമാനമുള്ളത്. ദയവായി എൻ്റെ ഉമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ വരുമോ? ഷമ്മാസ്, ഞാനൊക്കെ വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല, പ്ലീസ്. ഞാൻ ഒരു ഓട്ടോ വിളിച്ചോട്ടെ? അവൾ സമ്മതത്തോടെ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഒരു നിമിഷം അവളുടെ ചുണ്ടുകൾ ചലിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹ് റഹ്മാനെ, നീ എത്ര കാരുണ്യവാൻ. അപ്പോൾ തന്നെ ഒരു ഓട്ടോ അതാ അവളുടെ മുമ്പിലേക്ക് വരുന്നു. സമീറ, ഈ ഓട്ടോയിൽ കയറിക്കോളൂ. ഓട്ടോക്കാരനോട് ഷമ്മാസ് പറഞ്ഞു. അതെ, പുത്തൻവീട് തറവാടിൻ്റെ ഗേറ്റിനടുത്ത് നിർത്തണം കേട്ടോ. തൊട്ട് പിന്നാലെയായിട്ട് ഷമ്മാസും അതാ ബുള്ളറ്റിൽ കയറി ചെല്ലുന്നു. പുത്തൻവീട് തറവാടിൻ്റെ മുമ്പിൽ ഓട്ടോക്കാരൻ അവിടെ ഓട്ടോ നിർത്തി. അവൾ ഇറങ്ങി. അപ്പോഴേക്കും ഷമ്മാസ്, ദാ ക്യാഷ്, തിരിച്ചു വയ്ക്കോളൂ എന്ന് പറഞ്ഞു. സമീറ, നിങ്ങളിവിടെ നിൽക്കേ, ഞാൻ ഇപ്പോൾ വരാം. നേരെയതാ ഉമ്മയുടെ അരികിലേക്ക് ഷമ്മാസ് ചെല്ലുന്നു. ഉമ്മ. ആ മോനെ. എടാ പാവടാ, വല്ലാത്തൊരു വേദനയായിപ്പോയി. ആ കുട്ടി എന്ത് നല്ല കുട്ടിയായിരുന്നു. എന്തിനാ കുട്ടി ഇറങ്ങിപ്പോയത്? എൻ്റെ പൊന്നു മോൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. ഉമ്മ, അത് നമ്മൾ പുറത്തുള്ളവരൊക്കെ. മിണ്ടണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കുട്ടിയില്ലാതെ ഈ വീട്ടിലേക്ക് നീ കയറണ്ട, നോക്കിക്കോ. ശരിക്കും ഷമ്മാസിൻ്റെ മുഖത്ത് നോക്കി ഉമ്മ കണ്ണീരോടെ അത് പറഞ്ഞപ്പോൾ ഷമ്മാസിന് ചിരിയാണ് വന്നത്. പൊയ്ക്കോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. നീ എന്തിനാ ഓരോരുത്തരും ഇടങ്ങാറൊക്കെ ഒരു വാക്ക് പറയണത്? ഉമ്മ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടോ ഉമ്മ. അവൻ ഉള്ളിൽ ചെറുതായി ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നുസൈബിയും പറഞ്ഞു, ഇക്കെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? പാവം പെണ്ണായിരുന്നു അത്. നുസി, വല്ലാതെ എന്നോട് പറയണ്ട കേട്ടോ. നീയാണ് എല്ലാത്തിനും പറയിപ്പിക്കണ്ട. പക്ഷെ അവൻ സ്ട്രോങ് അല്ലായിരുന്നു.
എന്നാൽ ഉമ്മ ശക്തമായി അവിടെ വാതിലടക്കുകയാണ് ചെയ്തത്. ഷമ്മാസെ ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, അവിടുന്ന് ഇറങ്ങിപ്പോടാ, പോ, ഇങ്ങോട്ട് കയറൂല. അതെ, ആ പെണ്ണിനെയും കൊണ്ട് ഈ ഇങ്ങോട്ട് വരാതെ അന്നങ്ങോട്ട് കയറ്റൂല. ഇത് നോക്കിക്കോ, എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നോ. കാരണം ആ കുട്ടിക്ക് എന്തേ പറ്റിയല്ല, അതിൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏൽക്കേണ്ട ഈ ആയിരിക്കും. ഹൃദയം പൊട്ടിക്കൊണ്ടാണ് ആ പെൺകുട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. മറക്കണ്ടേ എന്താന്നില്ലേ അനക്ക്? ഇപ്രാവശ്യം വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ച് കണ്ട സ്വഭാവത്തിനൊരു മാറ്റം. ഇനി പച്ച വെള്ളം ഞാൻ തരൂല്ല, ഇവിടുന്ന് നോക്കിക്കോ, ഇറങ്ങിപ്പോയിക്കോ. ഷമ്മാസ് ചിരിച്ചുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ഉമ്മ, ഉമ്മ, ആരാടി നുസിയെ? ഒരു പെണ്ണിനെ ഒച്ചയുള്ള കേൾക്കണത്, ആരാ അത്? ഉമ്മ കരയായിരുന്നു. ഷമ്മാസിനെ പറയാൻ പറഞ്ഞയച്ചും ചെയ്തു. എന്നാൽ ഈ സമയം ഷമ്മാസ് അവളോട് പറയായിരുന്നു, സെമിറ ചെന്നോളൂ, അടുക്കള ഭാഗത്ത് കൂടെ എന്തൊരു വാതിലിൽ മുട്ടിക്കോളൂ, ഉമ്മ എന്ന് വിളിച്ചോളൂ. ഉമ്മ, 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 നുസിയെ. ഉമ്മ എഴുന്നേറ്റ് കണ്ണീരോടെ, അല്ലാ, എൻ്റെ കുട്ടിനെ ഇറക്കി പറഞ്ഞയച്ചല്ലോ. ഷമ്മാസിനെ ഇറക്കി വിട്ട സങ്കടവും ഉണ്ടായിരുന്നു ഉമ്മക്ക്. ഉമ്മ വാതിൽ കരഞ്ഞുകൊണ്ട് തന്നെ തുറന്നു. അല്ലാ, ഉമ്മ, മോളെ സെമീറ. ഉമ്മ ഒരു നിമിഷം അവളെ കണ്ട്, മോളെ, അല്ലാ. സെമീറയെ ഉമ്മ കെട്ടിപ്പിടിക്കുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മോളെ, ഞാൻ പറഞ്ഞയച്ചതായിരുന്നു ഓനെ ഷമ്മാസിനെ, നീ ഇല്ലാതെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. ഉമ്മ, എന്നെ ഇക്ക തന്നെയാണ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. മോളെ, സത്യമാണോ? വെറുതെ അല്ല. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ഷമ്മാസ് അങ്ങോട്ട്, ഉമ്മ കിട്ടി പോരെ, സന്തോഷമായോ? സന്തോഷമായോ ഇല്ലേ പറയും. ഇങ്ങോട്ട് മിണ്ടണ്ടേ, ഈ ഓരോന്നും ഇങ്ങോട്ട് കാട്ടിക്കൂട്ടിയിട്ട് മനുഷ്യനെ ബേജാറാക്കാൻ. എൻ്റെ പൊന്നു ഐഷുമ്മ. ഷമ്മാസ് പഴയ രീതിയിലാവുകയാണ്. ഉമ്മയുടെ കവിളിൽ തൊട്ട് തലോടിക്കൊണ്ട് അവൻ പറയണം, ഉമ്മ, എൻ്റെ പൊന്നു ഐഷുമ്മല്ലേ, നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കണ കാണുമ്പോൾ എന്ത് രസമാണ് ഈ മുഖം കാണാൻ. ഈ നുണക്കുഴി വിടേണ്ട വിരിയും വേണ്ട, ഈ ഒന്ന് വെട്ടുന്ന മനുഷ്യനെ ബേജാറാക്കി കണ്ട് ഓനങ്ങോട്ട്, ഓനൊരു വലിയ ആൾ, എന്നാലും അവളെ പറഞ്ഞേക്കാൻ നിൽക്കേന്. എൻ്റെ പൊന്നാരുമ്മ, ഉമ്മാൻ്റെ മടിയിൽ ഞാൻ കിടന്നോട്ടെ. ആ വലിയൊരു പോത്ത് പോലത്തെ മോനെടുത്ത് മടി വെക്കല്ലേ. എൻ്റെ സുന്ദരി കുട്ടി പിണങ്ങിക്കണല്ലേ. ഷമ്മാസെ, തൊള്ളി തോന്നിയവരും പറയണ്ട. എന്താ, എൻ്റെ ഐഷുമ്മല്ലേ, എൻ്റെ ഐഷുക്കുട്ടിയല്ലേ. ഓ സോപ്പിട്ട് അടുത്ത് കൂടില്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഉമ്മാക്കും സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയായിരുന്നു. മോനെ, എല്ലാം പോയിന്ന് വിചാരിച്ചല്ലോ, തിരിച്ചു കിട്ടിയല്ലോ. എൻ്റെ ഉമ്മാക്ക് എന്നോട് പിണക്കുണ്ടോ? അത് പറയും. ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ ഇല്ലേ അത് പറയും. ഇപ്പോൾ വേണ്ട, മൂളി ഉണ്ടാക്കണ്ട, പിണക്കൊക്കെ തീർന്നില്ലേ. സത്യം പറഞ്ഞ സെമീറ അത് കണ്ട് പുഞ്ചിരിച്ചു. അവൾ ഒരു നിമിഷം അടുക്കളയിലേക്ക് പോയപ്പോൾ ഉമ്മ വിളിച്ചു, മോളെ സെമിയെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എവിടുന്ന് വരിക? കുറച്ച് ചായൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ടേ അങ്ങനെയൊക്കെയാണ് തുടങ്ങുക. എവിടെയായിരുന്നു മോൾ എടുക്കുക പോയിൻ്റെത്? ഉമ്മ, എനിക്ക് ആരുമില്ലല്ലോ ഉമ്മ, എവിടെയെങ്കിലും ആരെങ്കിലും ആശ്രയം തരുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഇനി എവിടേക്കും ഈ പോകണ്ട, പുത്തൻവീട് തറവാട്ടത്തിന് അങ്ങായി ഇവിടെ നിന്നോണ്ടി. എന്തിയേ? ഷമ്മാസും അത് കേട്ട് ചിരിച്ചു. അത് സെമീറ, പിന്നെ സോറി കേട്ടോ, എന്തെങ്കിലുമൊക്കെ. എൻ്റെ സോറി ഇട്ടിട്ടുള്ള പോള് ഞാൻ എൻ്റെ ഇജ്ജ് കൊടുത്തില്ല, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ പോയിട്ടാണെങ്കിലും. അങ്ങനെയാണല്ലോ. ഉമ്മയുടെ ആ ഒരു വാക്കും സന്തോഷവും, ഷമ്മാസിൻ്റെ സന്തോഷവും, നുസൈബയുടെ സന്തോഷവും. പുത്തൻവീട് തറവാട്ടിൽ ഇന്ന് വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അത് നഷ്ടപ്പെട്ട സ്വർണം കിട്ടി. സെമീറയെ ഉമ്മ തിരിച്ചു വിളിക്കാമെന്നാവശ്യപ്പെട്ട് അങ്ങനെയും കൊണ്ടുവന്നു. അപ്പോൾ തന്നെ അതാ തങ്ങൾക്ക് വിളിക്കുന്നു. ഹലോ മുസ്ലിങ്ങളെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, കിട്ടിയിട്ടോ. ഷമ്മാസെ, സമാധാനമായില്ലേ? എന്നാൽ പിന്നെ പാവങ്ങൾക്കുള്ള ഫുഡൊക്കെ നാളെ കൊടുക്കൽ തുടങ്ങിക്കിട്ടോ. തീർച്ചയായും തങ്ങളെ, തീർച്ചയായും. അപ്പോൾ തന്നെ ഷമ്മാസ് നേരെ അതാ അസ്കറിനെ വിളിക്കുന്നു. അസ്കറെ, ഷമ്മാസ്, ഇന്ന് വൈകുന്നേരത്തോടെ കീ കൈമാറാമെന്ന് പറഞ്ഞല്ലോ, തൽക്കാലം അതിപ്പോൾ വേണ്ട കേട്ടോ. ഷമ്മാസ്, സത്യമാണോ? മാഷാ അല്ലാ, ഞാൻ സത്യം പറഞ്ഞാൽ ഇടങ്ങാറായി പോയിരുന്നു കേട്ടോ. നീയൊക്കെ അങ്ങനെ ചെയ്യാറുമ്പോൾ അത്രക്കും ബുദ്ധിമുട്ടായിട്ടാണല്ലോ. ആയിക്കോട്ടെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഉഷാറോടുകൂടി നടക്കട്ടെ. പല സ്റ്റാഫുകളും ഇന്ന് പിരിയുന്നതിൽ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതെ, ഇനി ഇത്ര സ്റ്റാഫൊന്നും വേണ്ട,
നമ്മുടെ ഷമ്മാസ് ഇനിയിപ്പോൾ തിരക്കാണെങ്കിലും ഇല്ലെങ്കിലും സ്റ്റാഫുകളെ നിർത്തുകയും ചെയ്യും. മാസത്തിലെ ശമ്പളം അവർക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് പിരിച്ചു വിടുകയായിരുന്നു. ഇനി പുതിയ ജോലി എങ്ങനെ കിട്ടും, എവിടെ ചെന്ന് അന്വേഷിക്കും എന്നുള്ള സങ്കടത്തിലായിരുന്നു അവർ. എന്തൊക്കെ തന്നെയായാലും ആ ഒരു സന്തോഷമെല്ലാം പങ്കുവെക്കാൻ വേഗം ഷോപ്പിലേക്ക് പോകണം. ഷമ്മാസ് നേരെ ഷോപ്പിലേക്ക് അതാ പോകുന്നു സന്തോഷത്തോടെ. ഷോപ്പിലുള്ള എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയുമാണ്. അതെ, കിട്ടാനുള്ള പൈസ കിട്ടിയിട്ട് ഷോപ്പിൽ നിന്ന് പോവുകയാണ്. റബ്ബേ, ഞങ്ങളുടെ ജീവിതം ഇനി എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അവരുടെയൊക്കെ സങ്കടകരമായ നിമിഷം. എന്നാൽ വളരെയധികം സന്തോഷത്തോടെ ഷമ്മാസ് ആ ബുള്ളറ്റിൽ തന്നെ പോവുകയാണ് തൻ്റെ ഷോപ്പിലേക്ക്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.